ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്ത് വൈറലായ മുരാരി തന്ത്രി ഒരുപെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും. റീസെന്റ് ആയിട്ട് 24 ന്യൂസിനകത്ത് തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ഗസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവനെ ഈ തന്ത്രിയെ ഇപ്പൊ പോക്സോ കേസിൽ പോലീസ് പൊക്കിയിട്ടുണ്ട്. 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബാധ ഒഴിപ്പിക്കാനെന്നുള്ള വ്യാജേന ഇവന്റെ പൂജാ റൂമിൽ വിളിച്ചു വരുത്തി അമ്മയെ പുറത്ത് നിർത്തിയിട്ടാണ് പെൺകുട്ടിയെ മാത്രമാണ് അകത്തോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ വിളിച്ചു വരുത്തി പൂജ ചെയ്യാനെന്നും പറഞ്ഞിട്ട് ഇവന്റെ അതിന് തൊട്ടടുത്തുള്ള റൂമിലോട്ട് കൊണ്ടുപോയി ആ പെണ്ണിനെ ഉപദ്രവിക്കുകയുണ്ടായി. ആ പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടി. ആ കൊച്ചിന്റെ തലയൊക്കെ പിടിച്ച് ആ റൂമിൽ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ റൂമിന്റെ ഭിത്തിയിൽ നമുക്ക് അതിന്റെ ബ്ലഡ് ഒക്കെ കാണാൻ പറ്റും. ഈ കൊച്ച് അലറി വിളിച്ച് പുറത്തോട്ട് ഓടി. പുറത്ത് അമ്മ നിപ്പുണ്ടായിരുന്നു. അങ്ങനെ അമ്മ നാട്ടുകാരെ വിളിച്ചു കൂട്ടി. ഇത് പ്രശ്നമായെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇവൻ അവിടെ സ്കൂട്ടായി. വീടിന്റെ പുറകെ കൂടെ എന്തോ ഒരു വഴി എന്തോ ഉണ്ടായിരുന്നു. അതുവഴി ഇവൻ ഒളിവിലായി. ഇപ്പൊ എന്തായാലും പോലീസ് ഇവനെ പൊക്കിയിട്ടുണ്ട്. ആ പോലീസ് പൊക്കുന്ന വീഡിയോ ഞാനൊന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ഇവനെ പറ്റി കുറച്ച് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പം ഇതാണ് ഇവനെ പോലീസ് പൊക്കുന്ന വീഡിയോ. കൊട്ടാരക്കരയാണ് സ്ഥലം. ഇവനെ പൊക്കിയേക്കുന്നത് ഇപ്പോൾ ശാസ്താംകോട്ട പോലീസാണ് ഇവനെ പൊക്കിയേക്കുന്നത്. എങ്ങാണ്ട് പോയി പാതിരുന്നത് ലോഡ്ജിലെങ്ങാണ്ട് പോയി ഒളിവിലായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ തൂക്കിയെടുത്തുകൊണ്ട് വന്നേക്കുന്നത്. ഇവന്റെ ഫോൺ ഇടയ്ക്കൊന്ന് ഓണാക്കി അത് വെച്ച് ട്രേസ് ചെയ്താണ് അളിയനെ തൂക്കിയത്. അപ്പോൾ എന്താണെങ്കിലും ഇവന്റെ ഉടായ്പ് പരിപാടിയിലോട്ട് നമുക്ക് ആദ്യം വരാം. ഇൻസ്റ്റാഗ്രാമിൽ ഇവന്റെ പേര് VS മുരാരി തന്ത്രി എന്നാണ് ഇവനെ അറിയപ്പെടുന്നത്. ഇവൻ എങ്ങനെയാണ് ഫേമസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീൽസ് ഒക്കെ ചെയ്തിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവന്റെ റീൽസ് കാണാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളാണ് ഉള്ളത്. ഒന്ന് രണ്ട് റീൽസ് ഞാനൊന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. അപ്പം ഇതാണ് ഇവന്റെ റീല്. ഒരു തന്ത്രി മുസ്ലിം പാട്ടിട്ട് റീൽ ചെയ്യുന്നു. വൈറലാവാൻ ഇതിൽ കൂടുതൽ വേറെ സാധനങ്ങളൊന്നും വേണ്ടല്ലോ. തീർച്ചയായിട്ടും വൈറലാവും. ഇത് വൈറലായി. ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടാണ് ഇവനെ ആളുകൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ഇതുപോലുള്ള വേറെയും വീഡിയോസ് ഉണ്ട്. ലവ് വിത്ത് കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടോ, കേട്ടു. ഈ പാട്ട് ഇറങ്ങിയിട്ട് കുറച്ച് കളയല്ലോ. അന്നേരം ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുന്ന എന്ന് തൊട്ടിത്തരം കാണിച്ചും പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുതൻ. പബ്ലിസിറ്റി ആണല്ലോ ഇവരുടെയൊക്കെ ഒരു മെയിൻ ആയുധം. മാർക്കറ്റിംഗ് അതാണല്ലോ. ആദ്യം ട്രോളൊക്കെ കിട്ടിയെങ്കിലും പിന്നീട് വയനാട് മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അവിടെ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ വണ്ടിക്കകത്ത് ഈ സാധനങ്ങളൊക്കെ കയറ്റി അങ്ങോട്ട് വിട്ട് അതൊക്കെ വാർത്തയായി. അങ്ങനെ കുറേയും കൂടെ ആൾക്കാരുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് പറ്റിയിട്ടുണ്ട്. ഈ വീഡിയോ കാണണം. സ്വന്തമായിട്ട് തലയിൽ ചുവന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. ആർക്കും ഒരു ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാതിരിക്കട്ടെ. ജഗദീശനെ സഹായിച്ച് കർപ്പൂരം വരുന്ന പറയത്തില്ലേ, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാലയ്ക്കകത്ത് മൈക്ക് തൂക്കിയിട്ടാണ് തലയിൽ ചുവന്നോട്ട് പോകുന്നത്. പ്രഹസനം. ഇത് ബാക്കിയെല്ലാം കയറ്റിയത് വേറെ ആൾക്കാരായിരിക്കും. ഏറ്റവും അവസാനം ഈ അരിന്ന് ചുവന്നോട്ട് പോകുമ്പം ആളുകൾ അയ്യോ തന്ത്രി ചുവന്നോട്ട് പോകുന്നു, ഇത്രയും വലിയ ആളെന്നൊക്കെ ഉള്ള രീതിയിൽ സാധനം പോകും. സാധനം പോയി. ഇത് വൈറലായി. അന്ന് ഇത് വാർത്തയായതാണ്. പബ്ലിസിറ്റി. മനസ്സിലായോ? പബ്ലിസിറ്റി സ്റ്റണ്ട്. അത്ര സംഗതികളുണ്ട്. നമ്മൾ ഈ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാര്യം വെച്ചാൽ നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ഉള്ളത്. എല്ലാവരും തങ്ങളാൽ ആവും വിധം എല്ലാ കാര്യങ്ങളും ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക. വയനാട് സമയത്ത് ഇതായിരുന്നു അണ്ണന്റെ പരിപാടി. നമ്മൾ ഇന്നത്തൊക്കെ വീഴും. നമ്മൾ ഈ മലയാളികൾ വീഴുന്ന വൺ ഓഫ് ദ മെയിൻ ഐറ്റമാണ് ഈ ചാരിറ്റി പോലുള്ള ഐറ്റം. ഇന്നത്തെ ഉറപ്പായിട്ടും വീഴും. ചാരിറ്റി ചെയ്യുന്നവനെ എത്ര കൂതറയാണെങ്കിലും നല്ലവനായിട്ട് അങ്ങ് ചിത്രീകരിക്കുന്ന ഒരു ഇടപാടൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, വാട്ട് എവർ. അതിനകത്തോട്ട് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. പിന്നെ മെയിൻ പരിപാടി റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന സബ്ജക്ട്സിനകത്ത് ഫേക്ക് ആയിട്ടുള്ള പ്രിഡിക്ഷൻസ് നടത്തുക. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ശിരൂർ മണ്ണിടിച്ചിലിനകത്ത് അർജുനെ തേടി നടന്ന സമയത്ത് ഇയാൾ ചെയ്ത കുറെ പ്രിഡിക്ഷൻസ്. ഒരു വീഡിയോ ഞാൻ വെക്കാം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. ഷിരൂരിൽ കാണാതായ അർജുൻ എന്ന സഹോദരനെ എപ്പോൾ കണ്ടുകിട്ടും എന്ന് ചോദിച്ച് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ വിളിക്കാറുണ്ടായി. എൻ്റെ തിരക്ക് കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അർജുനെ കാണാതായ സമയത്തെ ഗ്രഹനിലയും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്തെ ഗ്രഹനിലയും വെച്ച് നമ്മൾക്ക് ലഘുവായി ഒന്ന് ചിന്തിക്കാം. ഇന്നത്തെ ലഗ്നത്തിൻ്റെ 2 കേതുവും 4 ഗുളികനും അതുപോലെ ദ്രേക്കാണത്തിൽ 2 ചന്ദ്രനും ചൊവ്വയും 3 ആദിത്യനും രാഹുവും അതുപോലെ സപ്താംശത്തിൽ ലഗ്നത്തോടു കൂടി തന്നെ ആദിത്യനും 4 ശുക്രനും 5 കേതുവും
അപ്പം നമ്മൾ ഇപ്രകാരം ഒരു പ്രശ്നചിന്ത നടത്തുമ്പോൾ അർജുനനെ കാണാതായ സ്ഥലത്തിൻ്റെ ഒരു കോൺരാശിയിലായി തന്നെ ഈ വാഹനവും ഈ പറയപ്പെടുന്ന അർജുനനും അവിടെ ഉണ്ട്. ഇത് ശരിക്കും ഇന്ന് രാവിലെ 11:37 മേൽ നാളെ ഉച്ചയ്ക്ക് 12:17 അർജുനനെ ലഭിക്കും. അപ്പം അർജുനെ ഇത്ര സമയത്തിനുള്ളിൽ കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് ഇയാൾ അന്ന് പ്രഡിക്റ്റ് ചെയ്തത്. ഈ പോലീസും എല്ലാവരും അവിടെ ഭയങ്കര തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലും മണ്ണിലും ഒക്കെ ആയിട്ട്. ആ സമയത്താണ് ഈ പ്രവചനം നടത്തുന്നത്. കത്ത് നിൽക്കുന്ന ന്യൂസ് അർജന്റെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവചനോട് വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു അറ്റൻഷൻ കിട്ടും. എന്താണെങ്കിലും ഇയാളുടെ പ്രവചനം തെറ്റി, അർജുനെ അപ്പോഴല്ല കിട്ടിയത്. എന്നിട്ട് പിന്നീട് ഒരു പ്രവചനം വന്നു, ഇത് കഴിഞ്ഞതിന് ശേഷം അർജുൻ വെള്ളത്തിലുണ്ട്, അർജുൻ പക്ഷേ ജീവനോടെ തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ട് ആ പ്രവചനവും ജീവനോടെ തിരിച്ചു വന്നില്ല, അതും തെറ്റിപ്പോയി. അപ്പൊ ഇങ്ങനെയുള്ള അലമ്പ് പരിപാടികളെ കാണിച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുക, മാക്സിമം ഫേമസ് ആവാൻ വേണ്ടിയിട്ടുള്ള പല അലമ്പ് പരിപാടികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവന്റെ മെയിൻ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധ ഒഴിപ്പിക്കല്, ജ്യോത്സ്യം പരിപാടിയൊക്കെയാണ്. ഇവന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ പറ്റിക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി. ഇവൻ ആരാണ്, ഇവൻ ശരിക്കും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ മുരാരി എന്നാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്. പക്ഷെ ഇവന്റെ യഥാർത്ഥ പേര് രാജൻ ബാബു എന്നാണ്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിപ്പായിരുന്നു ഇവന്റെ തൊഴിൽ. ഈ ഓട്ടോ ഓടിക്കുന്ന രാജൻ ബാബു ഒരു സുപ്രഭാതത്തിൽ മുരാരി തന്ത്രിയായി മാറുകയാണ് ഗൈസ്. ഇവന്റെ ഓട്ടോയുടെ പേരാണ് മുരാരി, മനസ്സിലായോ? അതങ്ങ് പേര് ഇയാൾ സ്വന്തമായിട്ട് അങ്ങ് ഇട്ട് ഇയാൾ മുരാരി തന്ത്രിയായി. ഇതാണ് ഇവന്റെ ചരിത്രം. ഇവന്റെ പേര് തന്നെ ഇവൻ പറയുന്നത് ഭയങ്കര ഉടായ്പ് കാണിച്ചിട്ടാണ്. ഒരു ഇന്റർവ്യൂവിൽ ഇവന്റെ പേരിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾക്ക് അതൊന്ന് കേൾക്കാം. താങ്കളുടെ യഥാർത്ഥ പേര് മുരാരിയൻ തന്നെയായിരുന്നു? അല്ല, എനിക്ക് 2 പേരുണ്ട്. അതായത് വളരെ രസകരമായ സംഭവം, ഞാനൊരു ചാനലും പറയാത്തൊരു സംഭവം. ഇപ്പൊ ഒരുപാട് പേര് പല പേരുകൾ എന്റെ പറയുന്നുണ്ട്. ഈ അടുത്ത സമയത്തൊരു ആളിട്ടേക്കുന്നുണ്ട്, ബൈജു, കൊട്ടാരക്കര സ്റ്റാൻഡിന്റെ ആട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ബൈജു എങ്ങനെ മുരാരിയായി. അതായത് എന്റെ ആദ്യത്തെ ഒഫീഷ്യൽ നെയിം മുരാരി തന്നെയായിരുന്നു റേഷൻ കാർഡിൽ. ഇനിയുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യത്തെ ഒഫീഷ്യൽ പേര് മുരാരിയും തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയും. ആദ്യത്തെ ഒഫീഷ്യൽ നെയിം മുരാരി തന്നെയായിരുന്നു റേഷൻ കാർഡിൽ, ആധാർ കാർഡിൽ, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ. അപ്പൊ എങ്ങനെ ആദ്യത്തെ ഒഫീഷ്യൽ പേര് റേഷൻ കാർഡ്, ആധാർ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മുരാരി എന്ന് ആയിരുന്നു. ഓക്കെ, ഇനി അത് മാറ്റുന്ന കഥയാണ് പറയാൻ പോകുന്നത്, കേക്ക്. അത് മാറി എന്ന് ചോദിച്ചാൽ, ഇവിടെ അരീക്കൽ ഒരു സ്കൂൾ തുടങ്ങിയ സമയത്ത് അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാലകൃഷ്ണ സാർ. അങ്ങനെ ബാലകൃഷ്ണ സാർ സ്കൂൾ തുടങ്ങിയ സമയത്ത് ഇവിടെ വിദ്യാർത്ഥികൾ ഇല്ലാതെ വന്നപ്പോൾ അവിടെ ആ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ കുറെ പേരെ പേര് മാറ്റി ചേർത്തു. അനിൽ ചക്രവർത്തി, അനിൽ കൃഷ്ണൻ, റോസ്ചന്ദ്രൻ, ഇങ്ങനെ കുറെ പേരുകൾ ഇട്ട കൂട്ടത്തിൽ എനിക്കൊരു പേര് സാർ ഇട്ടു, രാജൻ ബാബു. രാജൻ ബാബു. അതാണ് ഞാൻ ഇതൊരു ചാനലിലൊന്നും പറയാത്തൊരു സംഭവം. എന്റെ യഥാർത്ഥ പേര് രാജൻ ബാബു. അതായത് നമ്മൾ കേട്ടല്ലോ, ഇയാളുടെ ആദ്യത്തെ പേര് മുരാരി എന്നായിരുന്നു. റേഷൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റിന്. പിന്നെ വേറെ സ്കൂളിലോട്ട് ചേർത്ത സമയത്ത് ഈ മുരാരി എന്നുള്ള പേര് മാറ്റി രാജൻ ബാബു എന്നിട്ടെന്നാണ് ഇയാളുടെ സ്റ്റോറി. ഓക്കെ, അപ്പൊ എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ ദ ബൈ, ആധാർ കാർഡ് നമ്മുടെ നാട്ടിൽ ലോഞ്ച് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 17 years ago 2009 ജാനുവരി 28 ആധാർ കാർഡ് നമ്മുടെ നാട്ടിൽ ലോഞ്ച് ആവുന്നത്. ഓക്കെ, ഈ 2009 ഇവൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുകയാണോടെ? ഇവ ഈ നാറി 2009 സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ ആധാർ കാർഡിൽ അവന്റെ പേര് മുരാരി എന്നായിരുന്നു. അന്നേരം അവൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആധാർ കാർഡ് ലോഞ്ച് ആവുന്നത് 2009. ഈ ആധാർ കാർഡ് ലോഞ്ച് ആവുന്നതിന് മുമ്പ് നിനക്ക് ആധാർ കാർഡ് ഉണ്ടായിരുന്ന? എടാ കൊള്ളാല്ല നീയാള്. അതാ പറഞ്ഞ ഇവൻ ലോക ഉടായ്പാണ്, ഉടായ്പിന്റെ അങ്ങേറ്റമാണ്. ഈ പെങ്കൊച്ചനെ കയറി പിടിച്ചെന്ന് പറഞ്ഞല്ലോ, ഇവന്റെ ആ ഒരു സെറ്റപ്പ് തന്നെ വേറെ രീതിയാണ്. പൂജ നടക്കുന്ന റൂമിനോട് അടുപ്പിച്ച് വേറെ റൂമും കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടാണ് അവരെ ഇരുത്തിയെന്നാണ് പറയുന്നത് ഫാമിലിയെ. ഇത് ആ സംഭവം കഴിഞ്ഞിട്ട് ഒരു പയ്യൻ അവന്റെ ഫോണിനകത്ത് അകത്ത് കയറിയ സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അവൻ ഫോണിനകത്താണ് കാണിച്ചു തരുന്നത്, അതുകൊണ്ട് ഇത്ര ക്ലാരിറ്റി ഇല്ലാത്ത അമ്മയും അവനെയും. അപ്പം ഇതുവഴി ഒരു ഡോറുണ്ട് അകത്ത് കയറാനായിട്ട്. അപ്പൊ ഈ ഡോറ് അകത്ത് കയറിയിട്ട്, അപ്പം ഇതൊരു ജസ്റ്റ് റൂമാണ്. അപ്പൊ ഇതുവഴി പുറത്തിറങ്ങാം. അപ്പൊ ഈ കൊച്ചിനെ കൊണ്ട് ഇവൻ ഇതുവഴി പുറത്ത് പോയിട്ടുണ്ട്. പുറത്ത് പോയിട്ട് ഇവിടെ ഓപ്പൺ, ഇത് പുറത്തിറങ്ങാവുന്ന റൂമാണ്, പക്ഷെ ഇത് അടച്ചിരുന്നയാ. ഇതുവഴി ഇത് അടുത്ത റൂമിലോട്ട് പോവാം. അപ്പൊ ഈ റൂമിലായിരുന്നു കൊച്ചിനെ കൊണ്ടുപോയെന്നാ പറയുന്നത്. എന്നിട്ട് കൊച്ചിനെ ഇവിടെ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കൊച്ചിനെ കൊണ്ടുവച്ച് ആ ഭിത്തിയിൽ ഇടിച്ച പാടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടേ
കൊച്ചിനെ ഇതിനകത്ത് കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇടിച്ച് ചോര വന്നിട്ടുണ്ട്. എന്നിട്ടാണ് കൊച്ചു ഇവിടുന്ന് ഇറങ്ങി ഓടിയത്. എങ്ങനെ പുറത്തിറങ്ങി രക്ഷപ്പെട്ട് അമ്മയടുത്ത് ചെന്നപ്പോഴാണ് അവരറിയുന്നത് ഈ സംഭവം ഇങ്ങനെ സംഭവിച്ചത്. അവര് പൂജയുടെ പേരിലാണെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് അവൻ. എന്നിട്ട് ഇവിടുന്ന് അപ്പോഴത്തേക്ക് അവര് വന്നപ്പോഴത്തേക്ക് അവൻ ഇവിടുന്ന് വലിഞ്ഞതാണ്. അങ്ങോട്ടെല്ലാം റൂമാണ്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ കയറി പോകാനൊന്നും അറിയാൻ റൂമും ഡോറും. ഇതാണ് അവന്റെ സെറ്റപ്പ്. ഈ പെൺകൊച്ചിനെ കൊണ്ട് ഇതുപോലുള്ള ഫേക്ക് പൂജാരിമാരുടെ അടുത്തൊക്കെ ചെല്ലുന്ന ആ പേരൻസിന്റെ പെടലേക്കാണ് ആദ്യം അടിക്കേണ്ടത്. ഈ കുട്ടികളെ ഒറ്റയ്ക്ക് ഇവന്റെ കൂടെ എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞു വിടുന്നത് പൂജയ്ക്കാന്നും പറഞ്ഞിട്ട്. എന്തോരം ആൾക്കാർ ഈ പൂജയുടെ പേര് പറഞ്ഞിട്ട് ഓരോ മർഡർ നടക്കുന്നു. പേരൻസിനെ പുറത്ത് ഇരുത്തിയിട്ട് പെൺകൊച്ചിനെ അകത്ത് പറഞ്ഞങ്ങ് വിടുക ഇവന്റെ കൂടെ. ഇനി വിവരം കെട്ട പേരൻസിനെ പറഞ്ഞാൽ മതി. ആ വാള് കണ്ടില്ലയോ, ആ കൊച്ചിന്റെ തല പിടിച്ച് ഇടിച്ചിട്ട് അതിന്റെ ചോര അവിടെ ഇരിക്കണേ. ഇതുപോലെ 1 ഇയർ മുമ്പ് ഇവൻ ഒരു അമ്പലത്തിൽ പോയി പൂജ നടത്തിയിട്ട് പറ്റിച്ചിട്ട് അവരെ പറ്റിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ വാർത്തയാണെന്ന് വെക്കാം. നമ്മള് ക്ഷേത്രത്തിന് ഏകദേശം 45 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ പൂജാരിയൊന്നും അല്ല, അങ്ങനെ പൂജാരിയാണെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇവൻ തന്ത്രിയൊന്നുമല്ല, തന്ത്രിയും ഒന്നുമല്ല. ഇവൻ നമ്മളെ പറഞ്ഞു വിശ്വസിപ്പിച്ചതെന്ന് വെച്ചാൽ 430 ക്ഷേത്രങ്ങളിൽ തന്ത്രി എന്നാണ്. പക്ഷെ അവൻ ഒരു ക്ഷേത്രത്തിൽ പോലും അല്ല. നമ്മളെ പൈസ അത്രയും തട്ടാനുള്ള ഒരു കള്ളനായിരുന്നു ഇവൻ. കേട്ടല്ലോ, ആ ക്ഷേത്രത്തിന് ഇവൻ കാരണം 45 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായെന്നാണ് ഇയാൾ പറയുന്നത്. ഇവൻ ഇങ്ങനെയാണ് പൈസ സമ്പാദിക്കുന്നത്, ആളുകളെ പറ്റിച്ച്. ഇവൻ എത്ര കാറാണെന്ന് അറിയോ? റോളക്സിന്റെ വാച്ച് തന്നെ 4-5 അങ്ങോട്ടുണ്ട് ഇവന്. ഇവന്റെ കാറിന്റെ എണ്ണം കേട്ട് നിങ്ങൾ ഞെട്ടും. അത്രയും പൈസ ഇവൻ ഉണ്ടാക്കുന്നുണ്ട്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് ഓട്ടോ ഓടിച്ച് നടന്നവനാ. ബാധ ഒഴിപ്പിക്കലും ഈ ജ്യോത്സ്യത്തിന്റെ ഒക്കെ പേരും പറഞ്ഞിട്ടാണ് ആളുകളെ പറ്റിച്ച് ഇതുപോലെ പൈസ ഉണ്ടാക്കുന്നത്. നമസ്കാരം. കൊണ്ടുപോക്കോട്ടോ, കുറച്ച് കടമുണ്ടായിരുന്നു. ഇതെല്ലാം ഗിഫ്റ്റ് ആണല്ലേ? ഒന്ന് പറയാം ഇതൊക്കെ. ഇത് ഏത് വാച്ച് ഏതാണ്? റോളക്സ് ഒക്കെ ഉണ്ട്, 4 റോളക്സ് ഉണ്ടല്ലേ? ഇത് റോളക്സിന്റെ ഫസ്റ്റ് മോഡൽ വാച്ച്. ഫസ്റ്റ് മോഡൽ. ഒരുപാട് വർഷം പഴക്കമുള്ളതാ. ഇത് പഴയ മോഡലാണ് കേട്ടോ. 20 വർഷത്തിന് മേളിൽ പഴക്കമുള്ള വാച്ച്. 20 വർഷം. ഇത് റോളക്സ് തന്നെയാണോ? ഇത് റോളക്സ് തന്നെയാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ്. അറബിക്കാണ്. ഇതും എല്ലാം ഗിഫ്റ്റഡ് ആണല്ലേ? എല്ലാം ഗിഫ്റ്റാണ്. ഇത് അറബിക്ക് നമുക്ക് വായിക്കാൻ പോലും അറിയത്തില്ലല്ലോ. ഇല്ല. നമ്മൾ സന്തോഷമായിട്ട്. അതെ. ഇതിനകത്തെല്ലാം എഴുതിയിരിക്കുന്ന അക്കങ്ങളെല്ലാം അറബിക്കാണ്. ഇതിനകത്ത് നമ്മൾ ഫുള്ള് വെക്കാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ വാച്ചിന്റെ കളക്ഷനൊക്കെ എടുത്ത് ആ ഇന്റർവ്യൂവിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒറിജിനൽ ആണെന്ന് തോന്നുന്നില്ല. അതിന്റെ ആ ചെയിൻ കിടക്കുന്ന ആടുന്നതൊക്കെ കണ്ടിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ കിടക്കുന്നത്. ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനത്തെ എനിക്ക് ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പോലെയാണ് പറയുന്നത്. അവൻ പറയുന്നത് എല്ലാം ഇവന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ലക്ഷങ്ങൾ വരെയുള്ള വാച്ചുകളാണ് ഇവന്റെ ആ ഒരു കയ്യിരിക്കുന്നത്. പിന്നെ അതുപോലെ വേറെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു പാരമ്പര്യമൊന്നുമില്ല. സാധാരണ ഈ പറയുന്ന വലിയ ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു പാരമ്പര്യം ഉണ്ടായിരിക്കും. ഇങ്ങനെ കൈമാറി വരുന്ന ഒരു ഇതുണ്ടാവും. ഇവൻ ഈ ഒരു ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവൻ എന്തൊക്കെയോ പാരമ്പര്യമുണ്ട്, ഇത്ര വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്യുന്നതാണെന്നും പറഞ്ഞ ഈ വരുന്ന ആളുകളെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് ഇവന്റെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവന്റെ യൂട്യൂബ് ചാനലിനകത്ത് ഓരോ ആൾക്കാരെ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാൾ യൂട്യൂബ് ചാനലിനകത്ത് ലൈവായിട്ട് ഇടുന്നുണ്ട്. അതിന്റെ ചെറിയൊരു പീസ് ഞാൻ കാണിക്കാം, നിങ്ങൾ ഇതൊന്ന് കാണും. പണ്ട് മർഫിയുടെ റേഡിയോ ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിലുള്ളവരെല്ലാം വയലും വീടും കേൾക്കാൻ വരും വൈകിട്ട്. ഇവിടെ നിരന്നിരുന്നു മർഫിയുടെ റേഡിയോ അറിയാൻ കൊണ്ടത് കേട്ടല്ലോ. ആദ്യമായിട്ട് പാട്ട് വെട്ടി വരുന്ന ഇവിടെ ഈ വീട്ടിലാണ്. ആ സാധനം അതുകൊണ്ടായിരിക്കുന്നു. ഇപ്പോഴും വർക്കിങ്ങാ. രണ്ടാമത് പിക്കപ്പ് എന്ന് പറയുന്ന സാധനം എടുക്കുന്ന ഇവിടെ. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ പിക്കപ്പ് അല്ല, പാട്ട് കേൾക്കുന്ന സാധനം. ഇതുകൊണ്ടിരിക്കുന്ന ഫിലിപ്സിന്റെ ഇതുകൊണ്ട് അതിനകത്ത് 1000 റെക്കോർഡ് ഇരിക്കുന്നുണ്ട്. ശങ്കരാഭരണം വരെയുള്ള എല്ലാ സാധനവും ആളുകളെ കാണിക്കാൻ വേണ്ടി ഇവന്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. വരുന്നവരടുത്തൊക്കെ തള്ളിമറിക്കല. ഇതൊക്കെ മറ്റേ ലാക്രി വിലക്ക് മേടിച്ച് വെച്ചേക്കുന്നതായിരിക്കും. പണ്ട് എന്റെ വീട്ടിൽ ഇതുണ്ടായിരുന്നത് പറയുന്നവർ കേട്ടിട്ട് വിശ്വസിച്ച് പോവുകയും ചെയ്യുമല്ലോ. ഈ സുഗമോദേവി വരെയുള്ള റെക്കോർഡ് ഉണ്ട്. ഇപ്പോഴത്തെ ലാസ്റ്റ് സുഗമോദേവി ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലേ? അതൊരു പാരമ്പര്യത്തിന്റെ ഭാഗമല്ലേ? നോട്ട് ദ പോയിന്റ്. ഇതൊക്കെ ഇത്ര എൻ്റെ കയ്യിലുണ്ട്. പണ്ടത്തെ റേഡിയോ ഉണ്ട്, പണ്ടത്തെ പാട്ട് വെട്ടിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം എനിക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണ്, പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലായോ? പണ്ട് വലിയ ഇതായിരുന്നു. വീട്ടില് TV കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമായിരുന്നു. ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായോ? ഭയങ്കര പാരമ്പര്യം ഉണ്ടെന്ന് വരുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും. ഇവന്റെ ഈ പറയുന്നത് ലോക കള്ളത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയോടെ കേക്ക് അയക്കുന്ന ഷാർപ്പിന്റെ ടേപ്പ് റെക്കോർഡർ, നാഷണൽ പാനാസോണിക് ഇതൊന്നും കാണാൻ പറ്റുന്ന സാധനമല്ല. ചെറിയ കാസറ്റ് ഇടുന്ന ടേപ്പ് ഇരിപ്പുണ്ട്. കുഞ്ഞു കാസറ്റ് ഇത്രയുള്ള എവിടെയെങ്കിലും കണ്ടുണ്ടോ? 100 അലമാരിക്കത്തിലുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ്? ചിലതൊക്കെ നമ്മുടെ ഓർമ്മപ്പെടുത്തലിടാം അല്ലേ? ആണല്ലേ? ഇപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്ന കസേര എത്ര വർഷം പഴക്കമുള്ള കസേര എന്നറിയാം. ഇതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് വേറെ എടുക്കാം. അതിനകത്ത് 2-3 പുഷ്യം ചെയ്തിട്ടതേ ഉള്ളേ. ഈ സ്റ്റൂള് തന്നെ ഏതാണ്ട് 30 വർഷത്തെ പഴക്കമുണ്ട്.
ഞാൻ ആദ്യം സ്കൂളിലായി ഇരുന്ന് തുടങ്ങുന്നത്, അന്ന് തൊട്ട് ഇതിനകത്താണ്. 30 കൊല്ലമായിട്ട് ഇരിക്കുന്ന സ്റ്റൂളിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇവന്റെ നാട്ടുകാരന്റെ ഒരു ഇന്റർവ്യൂവിൽ അത് പറയുന്നുണ്ടായിരുന്നു. 2022 ഇവൻ ഓട്ടോ അടിച്ച് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നടക്കുമായിരുന്നു. അവനാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇത്ര 30 കൊല്ലത്തിന്റെ ഒക്കെ ചരിത്രം പറയുന്നത്. അത് 30 കൊല്ലമായിട്ട് നീ ഈ പറയുന്ന ജ്യോതിഷം ആ സ്റ്റൂളിൽ ഇരുന്നിട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണോ ഉദ്ദേശിച്ചത്? ഈ വരുന്ന ആളുകളെ അങ്ങ് പറഞ്ഞ് ഇയാൾ വലിയ പാരമ്പര്യമുള്ള ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലായിടത്തും വെച്ചേക്കാണ്. അതുകൊണ്ട് മൊണാലിസയുടെ ഫോട്ടോ, അപ്പുറത്ത് മറ്റേ മായാവിയുടെ വടി, ലുട്ടാപ്പിയുടെ കുന്തം, അവന്റെ അച്ഛന്റെ കൊടച്ചക്രം ഒക്കെ ഇരിപ്പുണ്ട്. എല്ലാം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചേക്കില്ല മ്യൂസിയം പോലെ. ഇതൊക്കെ എന്റെ പണ്ട് അച്ഛൻ എനിക്ക് കൈമാറി തന്നതാണ്. അവന്റെ കൊച്ചച്ഛൻ കക്കൂസി പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയും കൂടെ കേക്ക്. അത് ഇതിനേക്കാളും കോമഡിയാ. ഈ വരിക്കപ്പിലാവ് വെച്ച് എനിക്കൊരാഗ്രഹം, ഒരു സിംഹാസനം പോലെ കസേര പണിയണം. ഭയങ്കര ആഗ്രഹം, സിംഹാസനം പോലുള്ള കസേര. പണിയാൻ വരുന്ന പയ്യൻ പറഞ്ഞ അവൻ ചെയ്യാൻ പറഞ്ഞു. 6 മാസം എടുത്ത് പണിയാൻ നല്ലൊരു പൈസയായി പണിക്കൂലി തന്നെ. പക്ഷെ എന്തായാലും നമ്മുടെ ഐഡിയ ഉള്ള രീതി പണിഞ്ഞ് ഇപ്പൊ കുഷൻ അടിക്കാൻ കൊടുത്ത് 2 ദിവസം അത് കിട്ടും. ഇത് ഇന്നലത്തെ ലൈവായിരുന്നു കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ കിട്ടും. നമുക്ക് ആ കസേര ജയിലിലോട്ട് കൊടുത്തു വിട്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കായിരുന്നു സിംഹാസനം പണി. മുറാറി സിംഹാസനം പണിയാൻ കൊടുത്തതാണ് ഗൈസ്. അതിനകത്ത് കുണ്ടിയും കുത്തി ഇരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അതിന് മുമ്പ് പോഷ്കോ കേസില് പോലീസ് പൊക്കി. അതാണ് എന്റെ ജീവിതത്തിലുള്ള ഒരു മാറ്റം. ഇപ്പൊ നല്ല മാറ്റം ഇല്ലയോ? കേസ് പോലീസ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. ഇവൻ ഈ കൊച്ചിനെ എന്താണ് ചെയ്തതെന്നും തെളിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ കാണുന്ന റിപ്പോർട്ടും ഈ പറയുന്ന ഭിത്തിയിലെ ബ്ലഡും ആ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൻ ഈ കൊച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് തെളിയുകയും ചെയ്യും. നോക്കിക്കോ, ഇവൻ ഈ ഉടായ്പത്തിനെ കാണിച്ചിട്ടാണല്ലോ ഒളിവിൽ പോയത്. അതുകൊണ്ട് ഉടനെ ഒന്നും മുറാറി ഇറങ്ങാനുള്ള സാധ്യതയില്ല. അപ്പൊ സിംഹാസനം നമുക്ക് അങ്ങോട്ട് കൊടുത്തു വിടാം കേട്ടോ. അപ്പൊ 23 വയസ്സിൽ ഇയാൾ എന്ത് നേടി? എന്റെ ചോദ്യം. അവൻ എന്തോ നേടിക്കോട്ടെ. ഇപ്പൊ നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ നീ ഇപ്പൊ എന്തായാലും ഒരു പോഷ്കോ കേസ് നേടിയിട്ടുണ്ടല്ലോ. നല്ല കാര്യോടാ മോനെ, നല്ല കാര്യോടാ മുറാറി. ഇനി ഇവന്റെ കാറിന്റെ കളക്ഷൻസിനെ പറ്റി ഇപ്പം പറയുന്നു. അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എത്ര കാർ ഉണ്ടെന്ന് എണ്ണിക്കോ നിങ്ങൾ തന്നെ. ഒരാളെയും 10 ദിവസം ഓടിക്കരുത്, ഒരാളുടെ അടുത്തും കള്ളം പറയരുത്. നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യണം. നമ്മുടെ സംഖ്യ മുഴുവൻ. ആരെയും മോഷ്ടിച്ചില്ല, ആരെടുത്തും കള്ളം പറഞ്ഞിട്ടില്ല. സെറ്റ്. ബാക്കി പറ. ഇപ്പൊ എനിക്ക് എത്ര വണ്ടി ഉണ്ടെന്ന് അറിയാം? ഫോർച്യൂണറുണ്ട്, പജീറ ഉണ്ട്, ബെൻസ് ഉണ്ട്, പിന്നെ ഇത് ഇലക്ട്രിക് വണ്ടിയുണ്ട്, നിസാൻ പെട്രോൾ ഉണ്ട്, കുറേ വണ്ടിയുണ്ട്. ഇതെല്ലാം ഫോർച്യൂണർ, പജേറോ, ബെൻസ്, ഇലക്ട്രിക് വണ്ടി, നിസാൻ പെട്രോൾ, 5 വണ്ടി, 4 ലക്ഷം. പഠിക്കാൻ വിട്ട കാലത്ത് വലിയ പണ്ടാരം പണിക്കൊല്ലും പോയിരുന്നെങ്കിൽ ഒന്നും അറിയാതെ വീട്ടിൽ തിന്നായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. വേറെ ആൾ അസുഖപ്പെട്ട കാര്യമുണ്ടോ? ഉണ്ടോ? തീർന്നല്ലോ. ഞാനൊരു ഈഴവനാണ്. എന്തുകൊണ്ടാ? നിനക്ക് അതുകൂടെ പറഞ്ഞ് പൈസ ഉണ്ടാക്കാനായിരിക്കും. ഇപ്പൊ ഇവന്റെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിധം മനസ്സിലായല്ലോ. എല്ലാ പരിപാടിയും വെക്കും. കഞ്ചാവ് ഒഴിപ്പിക്കൽ, ബാധ ഒഴിപ്പിക്കൽ, MDMA ഒഴിപ്പിക്കൽ, എല്ലാ പരിപാടിയും ഒരു രീതി വെക്കും. അപ്പം ഇതാണ് ഇവന്റെ പരിപാടി. ഇത്ര കൊല്ലമായിട്ട് ഇവൻ ഈ ഉടായ്പ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആളുകളെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് ഇത്രയും പൈസ ഇവൻ ഉണ്ടാക്കി. ഇവന്റെ ഇന്റർവ്യൂവിനകത്തൊക്കെ പറയുന്നുണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് ഇവന് കണക്ഷൻ ഉണ്ട്. പക്ഷെ അവരുടെ പേരൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്രുവിന്റെ പേര് പറയുന്നുണ്ട്, ഗിന്നസ് പക്രുവിന്റെ പേര്. ഗിന്നസ് പക്രുവിനെ ഏതോ രീതിയിൽ സഹായിച്ചെന്നൊക്കെ പറഞ്ഞു. വേറെ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടൊന്നും. ഇതുപോലുള്ള ഉടായ്പ് ഐറ്റംസിന്റെ അടുത്തൊക്കെ പോകുന്ന നിങ്ങളെയാണ് പറയണം. വിശ്വാസമൊക്കെ നല്ലതാണ്, പക്ഷെ അന്ധവിശ്വാസത്തിലോട്ട് പോകുമ്പോഴാണ് കുഴപ്പം. ആ 16 വയസ്സുള്ള കൊച്ചിന്റെ ബാധ ഒഴിപ്പിക്കാനെന്നും പറഞ്ഞിട്ടാണല്ലോ ഇവന്റെ അടുത്ത് കൊണ്ടുവിട്ടത്. ഈ 16ാമത്തെ വയസ്സിൽ ഇവന്റെ ഉപദ്രവം കാരണം അതിനുണ്ടായ ട്രോമ ഒഴിപ്പിക്കാൻ നിങ്ങൾ ഇനി അവിടെ പോകും. ആ കുഞ്ഞിനെ ഇനി എത്ര നാൾ ആ ട്രോമ വേട്ടയാടുമെന്ന് അറിയോ? നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ച് പുറത്തോട്ട് ഓടി വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം പേടിച്ചിട്ടുണ്ടാവും. അതായത് വിവരമില്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന പേരൻസിനെയാണ് പറയേണ്ടത്, വിവരമില്ലാതെ. അപ്പൊ എന്താണെങ്കിലും മുറാറി കുടുങ്ങിയിട്ടുണ്ട്. ഇവനൊക്കെ കുടുങ്ങണം. ഇങ്ങനെയുള്ള കുറെ ഫേക്കന്മാരുണ്ട്, ഇവന്മാരെല്ലാം കുടുങ്ങണം. ഇതിപ്പോ ഒരു കേസേ പുറത്തു വന്നിട്ടുള്ളൂ. ഇനി പല കേസും മിക്കവാറും പുറത്തു വരും. നോക്കാം. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യാം. വേറെ ഒരു തരാം. ശരി, ബൈ.